ഹായ് ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഈസ്റ്ററൊക്കെ? അപ്പോൾ ഇവിടെ ഈസ്റ്റർ ആയിട്ട് 2-3 ദിവസമായിട്ട് അവധിയായിരുന്നു. അതുകൊണ്ട് കുട്ടികളൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാൽ അധികമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുറത്ത് പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാർക്കൊക്കെ എൻട്രൻസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പല സ്ഥലത്തുനിന്നും ഈ പാർക്കിലോട്ട് നമുക്ക് കയറാം. ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് പാർക്ക് അങ്ങനെ എന്തോ ആണ് കേട്ടോ എന്നോടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ ഫാമിലീസും കപ്പിൾസ് ഫ്രണ്ട്സായിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മലയാളീസിനെയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കാനോട് ഞാനൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ലൈക്കൊക്കെ കണ്ടത്. ഇവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിന് ഒരു പ്രത്യേക കളറാണ് കേട്ടോ, നമ്മളെ നാട്ടിലത്തെ പോലെയൊന്നല്ല. അപ്പം ഞാനിവിടെയൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോഴേക്കിനും ഇവരെല്ലാം തുണിയൊക്കെ വിരിച്ചിരുന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്നാക്സ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം അവരവിടെ ഓടിക്കളിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വിശക്കൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ഒത്തിരി ഫാമിലീസ് അവിടെ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചും ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും കേട്ടോ രാത്രി. ഇവിടെ ഇപ്പോൾ രാത്രി ആവാൻ 8 മണി കഴിയും. 8 മണി ആകുമ്പോഴേ ഇരുട്ടായി തുടങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ചൂസ്.